ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കാനഡയിലെ 260 കോളേജുകൾ ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്നാണ് EDയുടെ കണ്ടെത്തൽ. സ്റ്റുഡൻസ് വിസ വഴി ഇന്ത്യക്കാരെ അമേരിക്കയിൽ എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് കാനഡയിൽ എത്തിക്കുന്നത്. എന്നിട്ട് ഇന്ത്യക്കാരെ കാനഡയിൽ നിന്ന് അനധികൃതമായി അമേരിക്കയിലേക്ക് കടത്തിവിടുകയാണെന്നും ED കണ്ടെത്തി. അതിർത്തി കടത്തിയാണ് ഇവർ വിട്ടുകൊടുക്കുന്നത്. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ചില കനേഡിയൻ കോളേജുകളുടെയും ഇന്ത്യൻ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. 3 വർഷം മുമ്പ് ഒരു കുടുംബത്തിലെ 4 പേർ US കാനഡ അതിർത്തിയിൽ കൊടും തണുപ്പിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് EDയുടെ കണ്ടെത്തൽ. 2022 ജനുവരി 19 ഗുജറാത്ത് സ്വദേശിയായ ജഗദീഷ് പട്ടേൽ എന്ന 39-കാരൻ, ഭാര്യ വൈശാലി 35, മകൾ 11-കാരി, മകൻ 3 വയസ്സുകാരൻ. ഇവരാണ് മാനിറ്റോബയിലെ US കാനഡ അതിർത്തിയിൽ കൊടും തണുപ്പിൽ മരിച്ചത്. US അനധികൃതമായി കടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു മരണം. 37 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. മഞ്ഞ് വീഴ്ചയ്ക്കിടയിൽ മനുഷ്യക്കടത്തുകാർ കുടുംബത്തെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. തുടർന്ന് ഏജന്റുമാർക്കെതിരെ ED നടത്തിയ അന്വേഷണത്തിലാണ് കാനഡയിലെ 260 കോളേജുകൾ ഉൾപ്പെട്ട മനുഷ്യക്കടത്ത് റാക്കറ്റിനെ കുറിച്ച് വിവരം ലഭിച്ചത്. സ്റ്റുഡൻസ് വിസ കിട്ടാനും കാനഡയിൽ എത്തിക്കാനുമായി ഏകദേശം 50-60 ലക്ഷം രൂപയാണ് ഏജന്റുമാർ വാങ്ങുന്നത്. എന്നിട്ടും ഈ വിദ്യാർത്ഥികളെ അമേരിക്കയിലേക്ക് അനധികൃതമായി എത്തിക്കാൻ കനേഡിയൻ കോളേജുകൾ എത്ര പണം കൈപ്പറ്റി എന്നതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാരെ നിയമവിരുദ്ധമായി US അയക്കുന്നതിനായി ഏജന്റുമാർ കാനഡയിലെ കോളേജുകളിലോ സർവകലാശാലകളിലോ പ്രവേശനം തരപ്പെടുത്തുന്നു. എന്നിട്ട് അവരെ US കാനഡ അതിർത്തി കടത്തിവിടുന്നു എന്നാണ് EDയുടെ കണ്ടെത്തൽ. മുംബൈ, നാഗ്പൂർ, ഗാന്ധിനഗർ, വഡോദര എന്നിവിടങ്ങളിലെ 8 സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അനധികൃതമായി അതിർത്തി കടത്തുന്ന ഏജന്റുമാരെ കണ്ടെത്തിയെന്നും ED അറിയിച്ചു. മുംബൈയിലും അതുപോലെ നാഗ്പൂരും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 2 ഏജന്റുമാർ പ്രതിവർഷം 35,000 പേരെ അനധികൃതമായി വിദേശത്തേക്ക് അയക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയതായി ED അറിയിച്ചു. ഗുജറാത്തിൽ മാത്രം 1700ഓളം ഏജന്റുമാരും ഇന്ത്യയിലുടനീളമുള്ള 3500ഓളം പേരും ഈ റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ചില ഏജന്റുമാർ വിദേശത്തുള്ള സർവകലാശാലകളുമായും കോളേജുകളുമായും കമ്മീഷൻ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിന് കരാർ ഒപ്പിട്ടിട്ടുണ്ടെന്നും കണ്ടെത്തി. പരിശോധനയിൽ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് 19 ലക്ഷം രൂപയും രേഖകളും കണ്ടെത്തി. ഒരു 35,000 ആളുകളെയൊക്കെ ഇവരെത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ 3500ഓളം ആളുകൾ ഇവരുടെ റാക്കറ്റിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ, ഏജന്റുമാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഇവര് നേടുന്ന പണം എത്രയാ? ഈ മനുഷ്യന്മാരുടെ ജീവനൊന്നും ഒരു വിലയുമില്ലേ. മനുഷ്യക്കടത്ത്, കള്ളക്കടത്ത്, വേശ്യാലയത്തിലേക്ക് ആൾക്കാരെ എത്തിച്ചു കൊടുക്കുക, ഏതെല്ലാം രൂപത്തിലാണ് മനുഷ്യൻ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അധ്വാനിച്ച് പണമുണ്ടാക്കിയാൽ ഇവർക്ക് പെട്ടെന്ന് കോടീശ്വരന്മാരാകാൻ കഴിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കുറുവാ സംഘം, അവരുടെയും ലക്ഷ്യം പണം തന്നെയാണ്. അതിന് പ്രതിസന്ധിയായിട്ട്, പ്രതിബന്ധമായിട്ട് ആര് നിന്നാലും അതിനെ നശിപ്പിക്കുക എന്നത് അവരുടെ അജണ്ടയാണ്. അവർ പറയും അത് അവരുടെ ശരികളാണെന്ന്. ഇപ്പോൾ ആ കുറുവ സംഘത്തിന് പിന്നാലെ ഇന്ന് വൈറലായിട്ടുള്ള ഒരു വിഭാഗമുണ്ട്, ഇറാനി സംഘം. കുറുവ സംഘം ഭീതി ഉണർത്തിയതിന് പിന്നാലെ നമ്മളല്ലെങ്കിൽ തന്നെ ഇത് രാത്രി പൈപ്പ് തുറന്നിടുമെന്നും സ്ത്രീകളുടെ ശബ്ദത്തിൽ കരയുമെന്നും വീടൊക്കെ കുത്തി തുറക്കുമെന്നും ഒക്കെ കുറുവ സംഘത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നു. നമുക്കറിയില്ല. ആലപ്പുഴ വരെ ആ സംഘം എത്തിയിട്ടുണ്ട്. കോഴിക്കോടും വിവിധ സ്ഥലങ്ങളിൽ അവരുടെ ആക്രമണം ഉണ്ടായി എന്നൊക്കെ വാർത്തകൾ നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ മോഷണ സംഘമായ ഇറാനി സംഘവും കേരളത്തിലേക്ക് എത്തുന്നത്. 2-4 അംഗങ്ങളുള്ള സംഘങ്ങളായി പകൽ സമയത്ത് പോലും മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിച്ച് മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി. കുറുവ സംഘത്തെ പോലെ ക്രൂരമായ ആക്രമണ രീതികളാണ് ഇവരും ഫോളോ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും ഇവർ അത്തരം ആക്രമണ രീതികളൊന്നും പുറത്തെടുക്കാതെ ഒതുക്കത്തിൽ മോഷണം നടത്താനും ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതാണ് 2-4 എന്ന് പറഞ്ഞത്. ഒരു വിഭാഗം ആക്രമണോത്സുകതയോടുകൂടി മോഷണം നടത്തുകയും മറ്റൊരു സംഘം തന്ത്രപരമായിട്ട് മോഷണം നടത്തുകയും ചെയ്യുന്നു. മോഷണം കഴിഞ്ഞാൽ ഉടനെ ഇവർ തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറും. മുമ്പ് കോട്ടയത്തും രാജാക്കാട്ടും ജുവലറികൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയതിന് ഇറാനി സംഘമാണ് എന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇടുക്കി നെടുങ്കണ്ടത്ത് മോഷണം നടത്തുന്നതിനിടയിൽ സംഘത്തിലെ 2 പേർ നെടുങ്കണ്ടത്ത് അറസ്റ്റിലായിരുന്നു. മധുര പെരിയാറൂർ സ്വദേശികളായ ഹൈദർ എന്ന 34-കാരനും സഹോദരൻ മുബാറക്ക എന്ന 19-കാരനും. ഇവരെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. നെടുങ്കണ്ടം പടിഞ്ഞാറേ കവലയിൽ ജുവലറിയിൽ ആഭരണങ്ങൾ വാങ്ങാനാണ് എന്ന വ്യാജേനയാണ് ഹൈദർ മുബാറക്കും എത്തിയത്.
ആഭരണങ്ങൾ കാണുന്നതിനിടയിൽ ഹൈദർ സ്വർണം സൂക്ഷിച്ചിരുന്ന ഒരു പാക്കറ്റ് കൈക്കലാക്കി. ഇത് ശ്രദ്ധിച്ച കടയുടമ അയാളെ പിടികൂടി. കൂടെയുണ്ടായിരുന്ന മുബാറക്ക് കടയിൽ നിന്നിറങ്ങി ഓടി. ബസ്സിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിൽ ശാന്തംപാറ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവർക്കെതിരെ കേരളത്തിലും തമിഴ്നാട്ടിലും മോഷണ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളം ഇത്തരക്കാർക്ക് പറ്റിയ മണ്ണായി മാറുകയാണ് പലപ്പോഴും. അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്നാണെങ്കിലും അഫ്ഗാനിൽ നിന്നാണെങ്കിലും പാകിസ്ഥാനിൽ നിന്നാണെങ്കിലും കുടിയേറി വരുന്ന ആളുകളെ പറഞ്ഞതുപോലെ വ്യാജ പാസ്പോർട്ടുകളും വ്യാജ ഐഡികൾ, ആധാർ കാർഡുകൾ വരെ നിർമ്മിച്ചു നൽകി അവർക്കിവിടെ സ്വൈരവിഹാരത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ വരെ അപകടത്തിലാക്കുന്ന രീതിയാണിത്. അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യവുമായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന നേതൃയോഗം ആവശ്യപ്പെട്ടിരിക്കുന്നു. നിയമവിരുദ്ധമായി ബംഗ്ലാദേശിലെ അനവധി പൗരന്മാർ കേരളം താവളമാക്കി കഴിയുന്നുണ്ട്. അവർ അഭയാർത്ഥികളായി വന്നവരല്ല. കാസർഗോഡ് നിന്ന് അൽഖ്വയ്ദ അംഗമായ ഒരു ബംഗ്ലാദേശി പൗരനെ അറസ്റ്റ് ചെയ്ത സംഭവം ഇതിനുദാഹരണമാണെന്നും യോഗം പറഞ്ഞു. രാജ്യസുരക്ഷയേക്കാൾ രാഷ്ട്രീയ താൽപര്യമാണ് കേരള സർക്കാർ പരിഗണിക്കുന്നതെന്നും യോഗം കുറ്റപ്പെടുത്തി. ക്ഷേത്ര ഉത്സവങ്ങളെ തടസ്സപ്പെടുത്തുന്ന നടപടികൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് സംസ്ഥാന നേതൃയോഗം ആശങ്ക പ്രകടിപ്പിച്ചു. ക്ഷേത്രാചാരങ്ങളെ പരിഹസിച്ച പരാമർശം നടത്തിയ കേരള ഹൈക്കോടതിക്കുള്ള താക്കീതായിരുന്നു സുപ്രീം കോടതിയുടെ വിധി എന്ന് യോഗം അഭിപ്രായപ്പെട്ടു. ക്ഷേത്ര എഴുന്നള്ളിപ്പിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നടന്നുവരുന്ന ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കാനുള്ള സർക്കാർ നിയമനം പിൻവലിക്കണമെന്നും നേതൃയോഗം ആവശ്യപ്പെട്ടു. പലപ്പോഴും ഇന്ത്യയെ പല ഭീകര സംഘടനകളും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പന്നു ആണെങ്കിലും കാനഡയിൽ ഇരുന്നിട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. കുറേയായി ഭീഷണികൾ ശക്തമായി കൊണ്ടിരിക്കുന്നു. അനധികൃതമായ കുടിയേറ്റക്കാരെ സംശയത്തോടുകൂടി വീക്ഷിക്കാനുള്ള ഒരുപിടി സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോഴാണ് ബംഗ്ലാദേശിൽ നിന്നും മറ്റുമൊക്കെ വ്യാജ ഐഡികളിൽ ഈ കേരളത്തിൽ വന്ന് താമസിക്കുന്ന ആളുകൾ ഇന്ന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ട ഒരു വാർത്തയായിരുന്നു ബംഗ്ലാദേശിൽ നിന്നുള്ള 17 അനധികൃത കുടിയേറ്റക്കാർ മഹാരാഷ്ട്രയിൽ പിടിയിലായത്. ഇവരെങ്ങനെയാണ് മഹാരാഷ്ട്ര വരെ എത്തിയത് ബംഗ്ലാദേശിൽ നിന്ന്? ചോദ്യമാണ്. ഇതിനകത്ത്, അതായത് ഈ മഹാരാഷ്ട്രയിൽ അവരെ സഹായിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു എന്നത് നേരെ. കേരളത്തിൽ ബംഗ്ലാദേശികളെ സഹായിക്കാൻ ആളില്ലെങ്കിൽ ബംഗ്ലാദേശികൾ കേരളത്തിലെത്തുമോ? മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ATS ലോക്കൽ പോലീസുമായി ഏകോപിപ്പിച്ച് നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ് നടന്നത്. 14 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടെ 17 ബംഗ്ലാദേശി പൗരന്മാരെയാണ് അറസ്റ്റ് ചെയ്തത്. മുംബൈ, നവി മുംബൈ, താനെ, നാസിക് എന്നിവിടങ്ങളിൽ നടത്തിയ റെയ്ഡിന് ശേഷമായിരുന്നു ഈ അറസ്റ്റ്. അനുമതിയില്ലാതെ ഇന്ത്യയിൽ പ്രവേശിച്ചതിനും സാധുവായ രേഖകളില്ലാതെ രാജ്യത്ത് തങ്ങിയതിനും 14 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടുന്ന 17 ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തതായി ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി PTI റിപ്പോർട്ട് ചെയ്തു. ആധാർ, പാൻ കാർഡ് തുടങ്ങിയ വ്യാജ രേഖകൾ ഉപയോഗിച്ച് ആളുകൾ രാജ്യത്ത് തുടരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. 1946 ഫോറിനേഴ്സ് ആക്ട് പ്രകാരം 10 കേസുകളെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതാത് പോലീസ് സ്റ്റേഷനുകളിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. നമ്മുടെ നാടിന്റെ അടിത്തറയെ വരെ ബാധിക്കുന്ന രൂപത്തിലാണ് ഈ അനധികൃത കുടിയേറ്റം. പിന്നെയാണ് ഈ രാജ്യത്ത് നിന്ന് വലിയ ഒരു വിഭാഗം ആളുകളെയാണ് പലയിടത്തും ജോലിക്കാണ്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് എന്ന് കൊണ്ടുപോകുന്നത്. മോഷണത്തിനു വേണ്ടിയും പിടിച്ചുപറിക്കു വേണ്ടിയും കൊള്ളയും കൊലയും നടത്തുന്നതിന് വേണ്ടി, അങ്ങനെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി വലിയ ഒരു വിഭാഗം ആളുകൾ ഈ ഇന്ത്യയെ വലയം ചെയ്യുന്നു. അതിലും കേരളം മുമ്പിൽ തന്നെ. എങ്ങനെ നോക്കിയാലും അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. നന്ദി.